സിനിമാ തിയേറ്ററിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് കോളേജ് വിദ്യാർത്ഥിയെ നാട്ടുകാർ ബലമായി പിടിച്ച് പോലീസിലേൽപ്പിച്ചു. അതിക്രമത്തിനിരയായ പെൺകുട്ടി ഇപ്പോൾ ഫോണിൽ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ അനുശ്രീ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. അനുശ്രീ പറയൂ, എന്താണെന്ന് തിയേറ്ററിൽ സംഭവിച്ചത്? അത് ഞങ്ങൾ ഫ്രണ്ട്സ് ചേർന്ന് തിയേറ്ററിൽ പോയി ഒരു മൂവി കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. തിയേറ്ററിൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. സോ വരിവരിയായിട്ടാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയത്. ഇയാൾ എനിക്ക് പിന്നിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ എൻ്റെ പിന്നിൽ കുത്തുന്ന പോലൊരു ഫീൽ ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. എങ്കിലും സംശയത്തിലൊന്ന് നോക്കുമ്പോൾ അയാളുടെ പാൻറ്റിൻ്റെ സിബ് ഓപ്പൺ ആയിരുന്നു. സോ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്താകും എന്നെ കുത്തിയതെന്ന്. ഞാൻ അവിടെ വെച്ച് ആ ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്തു. പക്ഷെ അയാൾ സമ്മതിച്ചില്ല. പിന്നെ അവിടെയുള്ള ചേട്ടന്മാരെല്ലാവരും ചേർന്ന് അവനെ ബലമായിട്ട് പിടിച്ച് കെട്ടിവെച്ചു. പോലീസ് വന്നുകൊണ്ട് പോവുകയാണ് പിന്നെ ഉണ്ടായത്. അപ്പോൾ അനുശ്രീ, അയാൾ തൻ്റെ ലൈംഗിക അവയവം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ? ഉറപ്പായും അതാണ് ഉണ്ടായത്. ഓക്കെ അനുശ്രീ, വിവരങ്ങൾ തന്നതിന് നന്ദി. ഇപ്പോൾ കിട്ടിയ വാർത്ത: ലൈംഗികാതിക്രമ കേസിലെ പ്രതി അനന്തിനെ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നാട്ടുകാരിൽ ഒരു സംഘം ചേർന്ന് ചെരുപ്പുമാല അണിയിച്ചു. പ്രതിയെ സ്റ്റേഷനിലെത്തിക്കുമ്പോഴായിരുന്നു സംഭവം. മാത്രമല്ല, കുറ്റാരോപിതനായ ആനന്ദിനെ കോളേജിൽ നിന്നും പുറത്താക്കിയതായും വാർത്തകൾ വരുന്നു. ചാനലിൽ വൈറലായി വാർത്ത കണ്ട് അന്താളിച്ചിരുന്നു പോയി ബാലചന്ദ്രനും ശ്രീദേവിയും. ചേട്ടാ, നമ്മുടെ മോൻ, അവൻ... വാക്കുകളില്ലാതെ ശ്രീദേവി കുഴയുമ്പോൾ ഒക്കെയും കേട്ട് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി ബാലചന്ദ്രന്. അവൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? അയാളുടെ മിഴികൾ അറിയാതെ തുളുമ്പി. അപ്പോഴേക്കും ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഉൾപ്പെടെ ചറപറ കോളുകൾ രണ്ടുപേരുടെ ഫോണിലേക്ക് വന്നു തുടങ്ങിയിരുന്നു. അയൽക്കാരിൽ പലരും വീട്ടിലേക്ക് എത്തിയതോടെ നാണക്കേട് കാരണം മുറിയിലേക്ക് പോയി ബാലചന്ദ്രൻ. എന്നാലും ഈ ചെക്കൻ ഇതെന്താ ശ്രീദേവി കാണിച്ചേക്കുന്നേ? തലപൊക്കി ഇനി നാട്ടുകാരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? ആശ്വസിപ്പിക്കാൻ എന്ന വ്യാജേനയാണ് വന്നതെങ്കിലും പലരും കിട്ടിയ അവസരം കുത്തുവാക്കുകൾ കൊണ്ട് നിറച്ചു. ഒടുവിൽ സഹികെട്ട് ശ്രീദേവി മുറിയിലേക്ക് പോകവേ പതിയെ എല്ലാവരും പിരിഞ്ഞു. മുറിയിലെത്തുമ്പോൾ ബാലചന്ദ്രൻ എവിടേക്കോ പോകുവാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അവർക്ക് മനസ്സിലായി. ചേട്ടാ, എവിടേക്കായി പോണേ? സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു ദേവി. ഞാനൊന്ന് പോയി നോക്കട്ടെ. അവനെ ഇറക്കാൻ പറ്റുമെന്ന് അറിയണ്ടേ? വേദന നിറഞ്ഞ ആ വാക്കുകൾ കേട്ട് വീണ്ടും വിതുമ്പി ശ്രീദേവി. എന്നാലും ഏട്ടാ, അവൻ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായി പോയല്ലോ. ഒളിച്ചും പാത്തും കള്ളുകുടിയും പുകവലിയും ഒക്കെ ഉണ്ടെന്നറിഞ്ഞിട്ടും ഈ പ്രായത്തിനെയാണെന്ന് പറഞ്ഞ് ചേട്ടൻ കണ്ണടച്ചില്ലേ? അന്നേരമേ അവനെ വിലക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ നാണക്കേട് ഉണ്ടാവില്ലായിരുന്നു. ആ വാക്കുകൾ ബാലചന്ദ്രൻ്റെ ഉള്ളിൽ തറച്ചിരുന്നു. എൻ്റെ ദേവി, നീയും എൻ്റെ മേൽ കയറുവാണോ? ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവൻ ഇത്രയ്ക്ക് വലിയ വൃത്തികേട് ചെയ്യുമെന്ന്. ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി ചോദിച്ചതൊക്കെയും വാങ്ങി നൽകി അവനെ സന്തോഷിപ്പിക്കാൻ നോക്കിയതിന് ദൈവം തന്ന ശിക്ഷയാകും ഇതൊക്കെ. അയാളുടെ ദയനീയമായ മറുപടിക്ക് മുന്നിൽ പിന്നെ ഒന്നും പറയുവാൻ തോന്നിയില്ല ശ്രീദേവിക്ക്. ബാലചന്ദ്രൻ കാറിൽ കയറി പോകുന്നത് നിറകണ്ണുകളോടെ നോക്കി നിന്നു അവർ. പലരോടും അപേക്ഷിച്ചും ചെയ്തും കാലു പിടിച്ചും ഒടുവിൽ വൈകിട്ടോടെ ആനന്ദിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി ബാലചന്ദ്രൻ. ഇതിപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ മൊഴി മാത്രമേ ഉള്ളൂ. തെളിവുകളായി വീഡിയോയോ എന്തെങ്കിലുമൊക്കെ വന്നാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കൊണ്ടുപോയിക്കോ. പുറത്തേക്കിറങ്ങുമ്പോൾ SI ഓർമ്മിപ്പിച്ചു. മീഡിയക്കാരൊക്കെ പോയിരുന്നെങ്കിലും ചില വ്ലോഗർമാരൊക്കെ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ആനന്ദ് പുറത്തേക്കിറങ്ങുന്നത് കണ്ട് അപ്പോൾ തന്നെ അവർ ലൈവ് വീഡിയോയിലൂടെ ആ വിവരം സോഷ്യൽ മീഡിയയിലെത്തിച്ചു. ഗൈസ്, ഇന്ന് അറസ്റ്റിലായ ആനന്ദിനെതിരെ അയാളുടെ അച്ഛനെത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടില്ലേ ഗൈസ്, നാട്ടിലെ നിയമമൊക്കെ ഇത്രയേ ഉള്ളൂ. തെറ്റ് ചെയ്താലും സിമ്പിളായിട്ട് പുറത്തു വരാം. വേഗത്തിൽ ആ വാർത്ത വൈറലായി. വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം ഒന്നും മിണ്ടിയില്ല ബാലചന്ദ്രൻ. പലവട്ടം സംസാരിക്കുവാൻ ആനന്ദ് ശ്രമിച്ചുവെങ്കിലും മനഃപൂർവ്വം അയാൾ മുഖം തിരിച്ചു. അതോടെ പതിയെ അവനും നിശബ്ദനായി. വീട്ടിലെത്തുമ്പോൾ അയൽക്കാരുടെ വലിയൊരു കൂട്ടം തന്നെ അവിടെ അവർക്കായി കാത്തു നിന്നിരുന്നു. ആർക്കും മുഖം കൊടുക്കാതെ ബാലചന്ദ്രൻ വീടിനുള്ളിലേക്ക് പാഞ്ഞു കയറി. എൻ്റെ മോനെ, നിനക്കിത് എന്തിൻ്റെ കേടാ? ആകെ നാണക്കേടായല്ലോ. പെണ്ണ് കെട്ടിച്ചു തരാൻ വീട്ടിൽ പറയിച്ചേക്കാം. കമൻറ്റുകൾ പലതും കേട്ട് ഉള്ളുപിടയുന്ന വേദനയോടെയാണ് ആനന്ദ് വീടിനുള്ളിലേക്ക് കയറിയത്. ചെകിട്ടടിച്ചൊരടിയായിരുന്നു ശ്രീദേവിയുടെ ആദ്യത്തെ പ്രതികരണം. നാണമില്ലേടാ നിനക്ക്? ഇതിനേക്കാൾ നല്ലത് ചത്ത കളയുന്നതായിരുന്നു. അല്ല, ഞങ്ങൾക്ക് കുറച്ച് വിഷം വാങ്ങിത്താ. ഇങ്ങനെ നാണം കെടുന്നതിനേക്കാൾ നല്ലത് അതാണ്. അടിയേക്കാൾ ആനന്ദിനെ വേദനിപ്പിച്ചത് ആ കുത്തുവാക്കുകളായിരുന്നു. അമ്മ പ്ലീസ്, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
എന്നെ അവൾ തെറ്റിദ്ധരിച്ചതാണ്. ഇത്രയ്ക്ക് വൃത്തികെട്ടതൊന്നും അല്ല ഞാൻ. കരഞ്ഞുപോയി ആനന്ദ്. സിബും തുറന്ന്, ഒരു പെങ്കൊച്ചിൻ്റെ പിന്നിൽ നിന്ന് തോന്നിയാസം കാണിച്ചിട്ടാണോ മോനെ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത്? ബാലചന്ദ്രൻ്റെ ആ ചോദ്യം കേട്ട് പൊട്ടിക്കരഞ്ഞു ആനന്ദ്. അച്ഛ, സത്യമായി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പാൻസിൻ്റെ സിബ് ഓപ്പണായിരുന്നു. പക്ഷേ അത് ഞാൻ ഇൻ്റർവെൽ സമയത്ത് വാഷ്റൂമിൽ പോയിട്ട് സിബ് അടയ്ക്കുവാൻ മറന്നതാണ്. പിന്നെ പിന്നിൽ നിന്ന് മഹാനോ തെള്ളിയപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ഫോൺ ആ കുട്ടിയുടെ പിന്നിൽ ടച്ച് ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പാൻറ്റിൻ്റെ സിബ് ഓപ്പൺ ആണെന്ന് കണ്ട അവൾ ബാക്കിയെല്ലാം ഊഹിച്ചു. അതാണ് ഉണ്ടായത്, അല്ലാതെ മറ്റൊന്നുമല്ല. നല്ല ന്യായീകരണം. കേട്ടാൽ ആരും വിശ്വസിക്കും. നാണമില്ലേ നിനക്ക് ചെയ്ത തെറ്റിനെ ഇങ്ങനെ ന്യായീകരിക്കാൻ? ഇതിനേക്കാൾ നല്ലത് പോയി ചത്തുകൂടി നിനക്ക്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഫോണിലൂടെ നീ വൃത്തികെട്ട വീഡിയോകൾ കാണുന്നത്. കണ്ടില്ലെന്ന് നടിച്ചതാണ് ഞാൻ. എല്ലാം തെറ്റായിപ്പോയി. ഇത്രയ്ക്ക് വൃത്തികെട്ട നീ എങ്ങനെ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നു? പുച്ഛത്തോടെയുള്ള ശ്രീദേവിയുടെ ആ ചോദ്യം ആനന്ദിനെ വീണ്ടും നടുക്കി. അമ്മേ, സത്യമാണ് ഞാൻ പറയുന്നത്. പ്ലീസ് ഒന്ന് വിശ്വസിക്കേ. ഇത് വെറും ന്യായീകരണമല്ല. അവൻ കെഞ്ചുമ്പോഴും ശ്രീദേവിയുടെ മനസ്സലിഞ്ഞില്ല. അമ്മ പ്ലീസ് ഒന്ന് വിശ്വസിക്കേ. അച്ഛ പ്ലീസ്. ദയനീയമായി തങ്ങളെ മാറി മാറി നോക്കുന്ന മകനെ വേദനയോടെ അവഗണിച്ചുകൊണ്ട് ശ്രീദേവിയും ബാലചന്ദ്രനും തങ്ങളുടെ മുറിയിലേക്ക് പോയി. അതോടെ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു ആനന്ദ്. അമ്മയെങ്കിലും തന്നെ വിശ്വസിക്കുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അവരുടെ പ്രതികരണം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. പോയി ചത്തൂടെ നിനക്ക്? അമ്മയുടെ ആ വാക്കുകൾ അവൻ്റെ കാതുകളിൽ മുഴങ്ങി. മനസ്സിൽ വേദന അടക്കുവാൻ കഴിയാതെ വിതുമ്പി അവൻ. അതേസമയം മുറിയിലേക്കെത്തി പൊട്ടിക്കരഞ്ഞുപോയി ശ്രീദേവി. എന്തായാലും ബാലേട്ട, അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞല്ലോ. ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ നോക്കി വളർത്തിയത് നമ്മൾ. ഇപ്പോൾ ദേ ഇനി എങ്ങനെ പുറത്തേക്കിറങ്ങി നടക്കും നമ്മൾ? വിഷമിക്കേണ്ടടോ. ചിലപ്പോൾ അവൻ പറഞ്ഞ പോലെയാണ് സംഭവിച്ചതെങ്കിലോ? നാളെ പകൽ അവരോട് വ്യക്തമായി ഒന്നുകൂടി സംസാരിച്ചിട്ട് നമുക്ക് ആ പെൺകുട്ടിയെ കൂടി ഒന്ന് കാണാം. ചിലപ്പോൾ നമ്മുടെ മോൻ പറഞ്ഞത് സത്യമാണെങ്കിലോ? അങ്ങനെയെങ്കിൽ അവൻ്റെ നിരപരാധിത്വവും എല്ലാവരും അറിയണം. ബാലചന്ദ്രൻ പറഞ്ഞത് ശരിയാണെന്ന് ശ്രീദേവിക്കും തോന്നി. നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ കൂടിപ്പോയോ ഏട്ടാ? അത്രയ്ക്ക് സങ്കടം സഹിക്കാഞ്ഞിട്ടാ ഞാൻ. വേദനയോടെ തന്നെ നോക്കുന്ന ശ്രീദേവിയെ ചേർത്ത് പിടിച്ചു അയാൾ. താൻ വിഷമിക്കേണ്ട. അവനൊന്ന് ഉറങ്ങി എഴുന്നേക്കട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് അയ്യരുടെ മാറിലേക്ക് ചാഞ്ഞു ശ്രീദേവി. അങ്ങനെ പതിയെ അവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ ആനന്ദിനുള്ള പതിവ് ചായയുമായി മുറിയിലേക്ക് ചെന്നതാണ് ശ്രീദേവി. മുറി അകത്തു നിന്നും പൂട്ടിയിരുന്നു. അത് ശ്രദ്ധിക്കവെയാണ് ഡോറിൻ്റെ പുറത്ത് ഒട്ടിച്ചു വെച്ചിരുന്ന പേപ്പർ അവർ കണ്ടത്. അമ്മേ, പതിവ് ചായയുമായി വരുവാണെങ്കിൽ അകത്തെ കാഴ്ച കണ്ട് പേടിക്കാതിരിക്കാനാണ് ഞാൻ ഈ മുറി അകത്തു നിന്നും ലോക്ക് ചെയ്തത്. അമ്മയ്ക്കും അച്ഛനോടും എന്നോട് ദേഷ്യമാകും. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാമേ. തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ. അച്ഛനും അമ്മയും എന്നെ വിശ്വസിക്കുമെന്ന് കരുതി ഞാൻ. പക്ഷേ നിങ്ങൾക്കും എന്നെ വിശ്വാസമില്ലേ? പിന്നെ അമ്മ പറഞ്ഞതാ ശരി. അങ്ങ് ചത്ത് കളയാൻ ഞാൻ. റൂമിൽ ഫാനൊരു നല്ല ബലമല്ലേ, എനിക്കത് മതി. ഞാൻ ഈ ലോകത്തുനിന്ന് പോകുവാമേ. എന്നെ കുറ്റക്കാരനായി കണ്ട ലോകത്ത് ജീവിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ നാണക്കേടിനെ ക്ഷമിക്കണം. വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നടുക്കത്തോടെ പിന്നിലേക്ക് ആഞ്ഞുപോയി ശ്രീദേവി. കയ്യിലിരുന്ന ചായക്കപ്പ് നിലത്തേക്ക് വീണുടഞ്ഞു. മോനെ. അന്താളിപ്പോടെ അവരങ്ങനെ നിന്നുപോയി. ഓടിയെത്തിയ ബാലചന്ദ്രന് ഡോറിലെ ആ എഴുത്ത് കണ്ട് നടുങ്ങി. പിന്നെ എല്ലാം ഒരു ബഹളമായിരുന്നു. ഒടുവിൽ പോലീസിൻ്റെ സഹായത്തോടെ ആ മുറി തുറക്കപ്പെട്ടു. ആനന്ദ് പറഞ്ഞു തന്നെ ചെയ്തു. കുറ്റബോധത്താലും ഉള്ളുപൊട്ടുന്ന വേദനയാലും അലമുറയിട്ട് കരഞ്ഞു ബാലചന്ദ്രനും ശ്രീദേവിയും. മകനെ തങ്ങൾ മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റിയോ എന്ന് ചിന്തിക്കവേ അവരുടെ വേദന ഇരട്ടിയായി. ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത ആനന്ദ് ആത്മഹത്യ ചെയ്ത നിലയിൽ. ആനന്ദ് നിരപരാധിയോ? പെൺകുട്ടിയുടെ പരാതി വെറും തെറ്റിദ്ധാരണയുടെ പേരിലോ? മീഡിയകൾ വീണ്ടും ആഘോഷം ആരംഭിച്ചു. പോയ ജീവൻ ഇനി തിരിച്ചു കിട്ടില്ല. നഷ്ടം വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ്. ബാക്കി എല്ലാവർക്കും എല്ലാം ഒരു വാർത്ത. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.